ആദ്യം തന്നെ നമുക്ക് മിഷമ്മൾക്ക് ഇന്ന് കൊടുക്കാൻ ചോറ് വിളമ്പാം. വളരെ കുറച്ച് എമൗണ്ട് ചോറ് മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ചോറ്, നല്ല ചൂട് ചോറ്, തിളച്ചിരിക്കുന്ന ചോറാണ്. അത് കഴിഞ്ഞ് മിഷയ്ക്കുള്ള സ്പെഷ്യൽ ഓംലെറ്റാണിത്. ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ടുള്ള ഓംലെറ്റ്. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് മിഷയ്ക്ക് ഇഷ്ടപ്പെട്ട തോരൻ വെക്കണമെന്ന് പറഞ്ഞിരുന്നു. മിഷയ്ക്ക് പയർ ഇഷ്ടമാണ്, പക്ഷേ അത് തോരനാക്കുന്നതാണ് ഇഷ്ടം. പയർ മെഴുക്കുവരട്ടി ഇഷ്ടമല്ല. അതുകൊണ്ട് പയർ തോരൻ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പയറാണ്, അതിൻ്റെ തോരനുണ്ട്, ഓംലെറ്റും. അതെടുത്ത് പാത്രത്തിന് അടച്ചു വെച്ചിട്ടുണ്ട്. അടുത്തത് ഒഴിച്ചു കറി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒഴിച്ചു കറി എടുക്കാം. ഒഴിച്ചു കറിക്കായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരുന്ന പരിപ്പാണ്. മിഷയ്ക്ക് പരിപ്പ് ഇഷ്ടമാണ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇച്ചിരി പരിപ്പ് കൂടുതൽ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സിനോട് കൊടുക്കാൻ. അങ്ങനെ പരിപ്പും ഒഴിച്ചു നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ലഞ്ച് ഓക്കെ ആയി. അടുത്തതായിട്ട് നമുക്ക് വൈകിട്ടത്തെ സ്നാക്സ്, അതായത് 2:30 കഴിഞ്ഞിട്ട്, ഉച്ച കഴിഞ്ഞ് 2:30 കഴിഞ്ഞിട്ട് അവർ സ്നാക്സ് എടുക്കും. അതിന് ഞാൻ ഇന്ന് സാധാരണ നട്ട്സാണ് കൊടുക്കുന്നത്. ഇന്ന് നട്ട്സ് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് മുന്തിരിങ്ങ കൊടുക്കാമെന്ന് വെച്ച്, റെഡ് ലോബിൻ്റെ വലിയ മുന്തിരിങ്ങ. പിന്നെ രാവിലെ സ്നാക്സ് ഉണ്ട്. അതിന് ഉപ്പിട്ട് കുക്കുംബറാണ് വെച്ചിരിക്കുന്നത്. കുക്കുംബർ കഴിക്കും, ഇഷ്ടമാണ്. രാവിലത്തെ സ്നാക്സ് കുക്കുംബറും വെച്ചു. ഇനി ഇതെല്ലാം നമുക്ക് ലഞ്ച് ബാഗിനകത്തേക്ക് പാക്ക് ചെയ്യാം. ലഞ്ച് ബാഗിലേക്ക് വെക്കാം. പരിപ്പ് ലഞ്ച് ബാഗിനകത്തേക്ക് സ്നാക്സിൻ്റെ ബോക്സ് ആദ്യം വെക്കാം, അല്ലെങ്കിൽ ഇരിക്കാൻ ഇച്ചിരി പാടാണ്. സ്നാക്സിൻ്റെ ബോക്സൊക്കെ വെച്ചിട്ട് അതിനുശേഷം അതിൻ്റെ മേലെ ഉച്ചക്കത്തെ ലഞ്ച് ബോക്സും വെച്ച് കറി, പരിപ്പിൻ്റെ കറി അതിൻ്റെ സൈഡിലോട്ട് വെക്കാം. സൈഡിൽ വെച്ചിട്ട് ഓക്കെ, പരിപ്പിൻ്റെ കറിയുടെ ബോക്സ് സെറ്റ് ചെയ്യുമെന്നറിയില്ല. ഒന്നും വേസ്റ്റ് ആക്കത്തില്ല, കഴിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ലഞ്ച് ബാഗ്